കോൺഗ്രസ് നേതാക്കളായ രണ്ട് മുൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ കേരള സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഗവർണർക്ക് പരാതി നൽകി. സർവകലാശാല PVC ഡോക്ടർ N വീരമണികണ്ഠനാണ് ചാൻസലർ കൂടിയായ ഗവർണറെ സമീപിച്ചത്. തന്റെ വീട് തകർത്ത് വധിക്കാൻ ഇരുവരും ശ്രമിച്ചുവെന്നും ജാതിപ്പേര് വിളിച്ച് തന്നെ അധിക്ഷേപിച്ചുവെന്നും പരാതിയിൽ PVC ആരോപിക്കുന്നു. കേരള സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ N വീരമണികണ്ഠനാണ് കോൺഗ്രസ് നേതാക്കളായ രണ്ട് മുൻ സിൻഡിക്കേറ്റ് മെമ്പർമാർക്കെതിരെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുൻ സിൻഡിക്കേറ്റ് അംഗങ്ങളായ KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, RS ശശികുമാർ എന്നിവർ തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നതായി പരാതിയിൽ ആരോപിക്കുന്നു. വൈസ് ചാൻസലർ പദവി വഹിച്ചിരുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി KM അബ്രഹാം തനിക്ക് വൈസ് ചാൻസലറുടെ പൂർണ്ണമായ ചുമതല നൽകിയിരുന്നു. എന്നാൽ താഴ്ന്ന ജാതിക്കാരനായ താൻ ഇത്തരത്തിൽ ഒരു പദവി വഹിക്കുന്നത് ഇരുവരും ഇഷ്ടപ്പെട്ടില്ല. പല ഘട്ടങ്ങളിലും ജാതിപ്പേര് വിളിച്ച് തന്നെ അധിക്ഷേപിച്ചു. താൻ വിളിച്ചുകൂട്ടിയ മീറ്റിംഗുകൾ ഇരുവരും ചേർന്ന് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. ഇവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നായിരുന്നു ഇത്. എന്നാൽ താൻ ഇതെല്ലാം നിരസിക്കുകയായിരുന്നു. ഇതിനുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ഒക്ടോബർ 17 അർദ്ധരാത്രി തന്റെ വീട് അടിച്ചു തകർത്തതെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. ഇതിന് പിന്നിൽ തന്നെ വധിക്കുക എന്ന ഗൂഢലക്ഷ്യമായിരുന്നെന്നും പരാതി ആരോപിക്കുന്നു. എന്നാൽ താൻ കാസർകോട്ടെ കുടുംബ വീട്ടിലായതിനാലാണ് രക്ഷപ്പെട്ടതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ പരാതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കേരള PVC ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്തിന്റെ പകർപ്പ് KPCC പ്രസിഡന്റ് VM സുധീരനും വൈസ് പ്രസിഡന്റ് VD സതീശനും നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും ഹോസ്ദുർഗ് മുൻ MLAയുമായ മനോഹരൻ മാസ്റ്ററുടെ മകനാണ് വീരമണികണ്ഠൻ. കോളേജ് അധ്യാപകരുടെ കോൺഗ്രസ് സംഘടനാ നേതാവ് കൂടിയായിരുന്ന ഡോക്ടർ വീരമണികണ്ഠനാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.